ഇപ്പം നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 10,000 രൂപ നമ്മുടെ ഉണ്ട്, അക്കൗണ്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ആയിട്ട് മതിയുണ്ട്. അതിൻ്റെ 4x% വരെ ആലീസ് ബ്ലൂ ഓൾറെഡി ഫണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 50,000 റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാവും. ആ 50,000 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും, സ്റ്റോക്കുകൾ നമുക്ക് പർച്ചേസ് ചെയ്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ ആലിസ്പിൻ്റെ വേറെ പ്രത്യേകിച്ച് വെച്ചാൽ നമുക്ക് 365 ഡേയ്സ് വരെ നമുക്കിത് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാൻ പറ്റും. വേറൊരു നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരും ഇത്രയും പറഞ്ഞ് 365 ഡേയ്സ് നമ്മൾ കൊടുക്കുന്നില്ല. ഇൻട്രസ്റ്റ് വെച്ചാൽ ഇപ്പോൾ ആലിസ് ബ്ലൂ ചാർജ് ചെയ്യുന്നത് പെർ ഇയർലി 18% ആണ് ചെയ്യുന്നത്. പക്ഷേ ഇയർലി ഞാൻ പറയാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചു, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാഴ്ച ഹോൾഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു 10 ദിവസം ഹോൾഡിങ്, ആ 10 ദിവസത്തെ ചാർജ് മാത്രം നമ്മൾ കളക്ട് ചെയ്യും. അതായത് പെർ ഇയർ ചാർജ് നമ്മളില്ല, എത്ര ദിവസത്തേക്കാണ് നമ്മൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് ആ ദിവസത്തേക്കുള്ള മാത്രമേ ഇൻട്രസ്റ്റ് ചാർജ് നമ്മൾ ചെയ്യാറുള്ളൂ. ആലിസ് ബ്ലൂവിൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് MTFനെ കുറിച്ചാണ്, മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി. ഓക്കെ, നമുക്ക് അനിൽ സാറിനോട് തന്നെ ചോദിക്കാം അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്നുള്ളത്. എന്താണ് സാർ ഒരു മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അതെന്താണ് നമ്മൾ മീൻ ചെയ്യണത്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? സോ ആക്ച്വലി മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല, കാരണം എല്ലാ ബ്രോക്കേഴ്സും കൊടുക്കുന്നുണ്ട് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി. പക്ഷേ ആലിസ് ബ്ലൂവിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് MTF, അതായത് പല ആൾക്കാർക്കും എന്താണ് MTF മാർജിൻ ട്രേഡിംഗ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അറിയില്ല. സോ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 10,000 രൂപ നമ്മുടെ ഉണ്ട്, അക്കൗണ്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ആയിട്ട് മതിയുണ്ട്. അതിൻ്റെ 4x% വരെ ആലീസ് ബ്ലൂ ഓൾറെഡി ഫണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 50,000 റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാവും. ആ 50,000 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും, സ്റ്റോക്കുകൾ നമുക്ക് പർച്ചേസ് ചെയ്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഫണ്ട് സെപ്പറേറ്റ് ഉണ്ടാവില്ല. നല്ല സ്റ്റോക്ക് നല്ല മൂവ്മെൻറ്റ്സ് ഉള്ള സമയത്ത് ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ബോർ ചെയ്യേണ്ടി വരും. അതിന് പകരമായിട്ട് നമുക്കിവിടെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ആലീസ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് എടുക്കാൻ പറ്റും. വെറും മിനിമൽ ആയിട്ടുള്ള അതിൻ്റെ ചാർജ് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ 18% ആണ് പെർ ആനം അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. പക്ഷേ നമ്മൾ എത്ര ദിവസമാണ് ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് അതിന് മാത്രമേ ഇൻട്രസ്റ്റ് ചാർജ് ഉള്ളൂ. പിന്നെ ആലിസ്പിൻ്റെ വേറെ പ്രത്യേകിച്ച് വെച്ചാൽ നമുക്ക് 365 ഡേയ്സ് വരെ നമുക്കിത് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാൻ പറ്റും. വേറൊരു നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരും ഇത്രയും പറഞ്ഞ് 365 ഡേയ്സ് നമ്മൾ കൊടുക്കുന്നില്ല. ആലിസ് ബ്ലൂ മാത്രമാണ് ഈ 365 വരെ നമുക്ക് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു പ്രത്യേകത. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ നമ്മുടെ കയ്യിൽ മേ ബി ഫണ്ട് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ MTF ഫെസിലിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഗുണം വെച്ചാൽ നമുക്ക് ഫണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് അത്രയും, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങിച്ചു, അത് നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺ കിട്ടും, എന്താകും അത് നമുക്ക് ബെനിഫിറ്റായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതാണ് വൺ ഓഫ് ദി മെയിൻ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിയുടെ ഒരു പ്രത്യേകത വരുന്നത്. അത് ആലിസ് ബ്ലൂ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്? അല്ല, ആലിസ് ബ്ലൂ അല്ല, ബാക്കി എല്ലാ ആൾക്കാരും എല്ലാ മെമ്പേഴ്സും കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ റീസെൻ്റ്ലി നല്ല രീതിയിൽ തന്നെ അതിൽ എൻക്വയറി വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഹൈലൈറ്റ് പോയിന്റ് വെച്ചാൽ ആലിസ് ബ്ലൂ മാത്രമാണ് 365 ഡേയ്സ് വരെ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. പല കോമ്പറ്റീറ്റേഴ്സും പല ബ്രോക്കിംഗ് ഫേമും ഇത്ര ഹോൾഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ നമ്മൾ കൊടുക്കുന്നില്ല. അത് ഹൈലൈറ്റ് ചെയ്യുന്ന ആലിസ് ബ്ലൂ മാത്രമാണ് ഇപ്പോൾ 365 ഡേയ്സ് വരെ ഈ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു പ്രത്യേകത നമ്മൾ കൊടുക്കുന്നത്. തുടക്കക്കാരനാണെങ്കിൽ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നൊന്ന് പറയാമോ? മാർജിൻ ട്രേഡിംഗ് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്താണ് മാർജിൻ ട്രേഡിംഗ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ സെറ്റ് കുറച്ച് പൈസ ഉണ്ട്. നമുക്ക് എന്താണ് കുറച്ച് ചില സ്റ്റോക്കുകൾ ഒരു പക്ഷേ നല്ല രീതിയിൽ അടുത്തൊരു കുറച്ച് ദിവസത്തിൽ തന്നെ നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്ന എക്സ്റ്റെൻഡ് ചെയ്യുന്നതും നമുക്ക് ഇമീഡിയറ്റ്ലി ഷോർട്ട് ടൈമിലായിട്ട് നമുക്കൊരു മണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമീഡിയറ്റ്ലി മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ റിട്ടേൺസ് നമുക്ക് പെട്ടെന്ന് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ പോയിട്ടിപ്പോൾ നമുക്കൊരു ന്യൂസ് കിട്ടുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ പർട്ടിക്കുലർ സ്റ്റോക്ക് ഈ ദിവസങ്ങളിൽ ഇത്രത്തോളം നമുക്ക് റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഹയറായിട്ട് പോകുന്ന നമുക്ക് ഇമീഡിയറ്റ്ലി നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് മണി ബോറോ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്താണ് ആലിസ് ബ്ലൂ തന്നെ നിങ്ങൾക്കത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടൊരു ഹൈലൈറ്റ് വരുന്നത്. നമുക്ക് എന്തിനാണെങ്കിലും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടാവും, ഒരു പോസിറ്റീവ് സൈഡും ഉണ്ടാവും, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും സാറിന് തന്നെ ഒന്ന് പറയാൻ പറ്റും? നെഗറ്റീവ് സൈഡ് പറഞ്ഞപ്പോൾ നമ്മളൊരു സാധനം നമ്മൾ വാങ്ങിച്ചു, അതൊരു പക്ഷേ മൈനസ് സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ എന്തെറ്റും, അത് ലോസിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഓൾറെഡി അത് നമ്മളൊരു ഫാക്ടറായിട്ട് നമ്മൾ തീർച്ചയായിട്ടും എന്തായാലും റിസ്ക്കും റിവാർഡാണ് സ്റ്റോക്ക് മാർക്കറ്റുള്ളത്. അതേമാതിരി തന്നെ പോസിറ്റീവ് സൈഡ് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങിച്ചു, നമ്മൾ ആകെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു 10,000 രൂപ നമ്മുടെ ആകെ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റോക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു 50 രൂപയ്ക്ക് വാങ്ങിച്ചു, അതൊരു മേ ബി 50 150 രൂപ 200 രൂപയ്ക്ക് അത്രയും പ്രോഫിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഷോർട്ട് ടൈം പൈസയിൽ നമുക്ക് അത്രയും മാർക്കറ്റിൽ നിന്ന് ഇത്രയും നമുക്ക് എന്താ പറയുക ഹൈ റിട്ടേൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത്. നെഗറ്റീവ് മേ ബി നമ്മളൊരു പ്രതീക്ഷയിലാണല്ലോ സ്റ്റോക്ക് വാങ്ങിക്കുന്നത്, ഒരുപടി അത് പക്ഷേ പോസിറ്റീവ് ആയിരുന്നു, ഒരു പക്ഷേ ഷോർട്ട് ടൈമിൽ അത് ഓൾറെഡി പോസിറ്റീവ് സൈഡിലേക്ക് പോയി, അതേമാതിരി തിരിച്ച് അത് നെഗറ്റീവിലേക്ക് വന്നിട്ടും അവിടെ ലോസിൻ്റെ ഒരു ഇതുകൂടി നമ്മൾ സാധ്യത കൂടി നമ്മൾ മുൻകൂട്ടി കാണണം. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് വരുന്നത്. അതെ, ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അതെ, ആ ഒരു സൈഡും കൂടി സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ആലിസ് ബ്ലൂ ചാർജ് ചെയ്യുന്നത് പെർ ഇയർലി 18% ആണ് ചെയ്യുന്നത്. പക്ഷേ ഇയർലി ഞാൻ പറയാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചു, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാഴ്ച ഹോൾഡ് ചെയ്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 10 ദിവസം ഹോൾഡിങ്, ആ 10 ദിവസത്തെ ചാർജ് മാത്രം നമ്മൾ കളക്ട് ചെയ്യുള്ളൂ. അതായത് പെർ ഇയർ ചാർജ് നമ്മളില്ല, എത്ര ദിവസത്തേക്കാണ് നമ്മൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് ആ ദിവസത്തേക്കുള്ള മാത്രമേ ഇൻട്രസ്റ്റ് ചാർജ് നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ഒരാൾക്ക് ഇതിലെങ്ങനെയായിരിക്കും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നൊരു, അല്ലെങ്കിൽ ഇതിലേക്ക് എങ്ങനെയായിരിക്കും വരേണ്ടുന്നത് എന്നൊരു സംശയം. ആലിസ് ബ്ലൂ എല്ലാം ഓൺലൈൻ തന്നെ, നമ്മൾ യാതൊരു പേപ്പർ വർക്കൊന്നും ആവശ്യമില്ല, എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ MTF ഫെസിലിറ്റിയിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. തികച്ച് ഈ പറഞ്ഞ 2-3 OTP കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും പേപ്പർ വർക്കൊന്നും ആവശ്യമില്ല, അബ്സല്യൂട്ട്ലി ഓൺലൈനായിട്ട് ഈ പ്രൊസീജിയേഴ്സിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും. ഓക്കെ സർ, താങ്ക് യു. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.